പഹൽഗാം താഴ്വരയിൽ വീണ സ്ത്രീകളുടെ കണ്ണീരിന് ഇന്ത്യ സ്ത്രീകളിലൂടെ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. സൈനിക നടപടി വിശദീകരിക്കാൻ എത്തിയതാകട്ടെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിലും എനിക്ക് വ്യക്തിപരമായി അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ. ഇന്ത്യയുടെ ചുട്ട മറുപടി തന്നെയാണ് പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ നടപടിക്ക് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ കൃത്യമായ രീതിയിൽ കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയുള്ള ഒരു മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തിന്റെ അഭിമാനമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായ സകല സേനാംഗങ്ങളെയും അദ്ദേഹം അനുമോദിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കമന്റ് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ വെൽ പ്ലാൻഡ്, വെൽ സജ്ജമായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. സുരജ് സാർ, കൃത്യം 14 ദിവസങ്ങൾക്കിപ്പുറം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ഉണ്ടാകുന്നു. അതും വെറുതെയല്ല, പാകിസ്ഥാന്റെ നെറുകയിൽ തന്നെ. ജാസ്മിൻ, ഒരു ഇന്ത്യൻ പൗരൻ ആഗ്രഹിച്ചു തന്നെ നടന്നു വന്നിരിക്കും. ഇന്ത്യൻ പെൺകുട്ടികളുടെ സിന്ദൂരത്തിന് വില പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഓരോ ഭാരതീയനും ആഘോഷിച്ചിരുന്നൊരു ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത് തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ. കാര്യം അതിനകത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വളരെ പ്രിസിഷൻ ആയിട്ടുള്ളൊരു സ്ട്രൈക്ക് ആയിരുന്നു എന്നുള്ളതാണ്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അറ്റാക്കിൽ പോലും മനുഷ്യത്വം പാലിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അവിടെ ഒരു സിവിലിയനോ ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷനോ തൊടാതെ ആ ടെററിസ്റ്റുകളുടെ മാത്രം മദ്രസകളോ അല്ലെങ്കിൽ ട്രെയിനിങ് ക്യാമ്പുകളോ മാത്രം ഉന്നം ചെയ്ത് ഇന്ത്യ നടത്തിയിരുന്ന അറ്റാക്കാണ് ഇവിടെ കണ്ടത് നമ്മൾ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്. സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഓരോ ഭാരതീയനും പ്രതീക്ഷിച്ചിരുന്ന അത്തരത്തിലുള്ള ഒരു സ്ട്രൈക്ക്, അത്തരത്തിലുള്ള ഒരു അറ്റാക്കിലേക്ക് തന്നെയാണ് രാജ്യത്തിന്റെ സൈന്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാനപ്പെട്ടവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന മന്ത്രിസഭാ യോഗം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. സുരജ് സർ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ഭീകരൻ മസൂദ് അസറിന്റെ വീടുകൾ വരെ തകർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അയാളുടെ ഫാമിലിയിലുള്ള 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു, സഹോദരി അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ സേനയുടെ ഒരു കരുത്താണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അറ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം മറുപടി ഒരു റിറ്റാലിയേറ്ററി അറ്റാക്ക് തീർച്ചയായിട്ടും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു താക്കീത് കൂടി ഇന്ത്യ കൊടുത്തിരിക്കുകയാണ്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ളത്. ജാസ്മിൻ, ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു 1971 ശേഷം ആദ്യമായിട്ടാണ് പഞ്ചാബ് പ്രൊവിൻസിൽ, അതായത് പാകിസ്ഥാൻ പ്രൊവിൻസിലുള്ള പഞ്ചാബിലേക്ക് നമ്മൾ അറ്റാക്ക് വരുന്നത്. ഇതുവരെ നമ്മൾ ലൈൻ ഓഫ് കൺട്രോളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ടെററിസ്റ്റ് ക്യാമ്പിനെ മാത്രമേ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ തീർച്ചയായിട്ടും പഞ്ചാബ് വരെ പാകിസ്ഥാന്റെ നെറുകയിലിന്റെ അടുത്ത് തന്നെ നമ്മൾ ഏതാണ്ട് എത്തി എന്നുള്ളതാണ്. ഇതിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതല്ല നമ്മളിവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഓരോ ഇൻസ്റ്റലേഷനും ഞങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നു
തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ നമ്മൾ വായിച്ചെടുക്കണം. അതായത് കാർഗിലിന് ശേഷം നമ്മൾ ഒരിക്കലും ഒരു പാകിസ്ഥാൻ ആർമിയായിട്ട് നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. എല്ലാം നമ്മളും ടെററിസ്റ്റുകളും തമ്മിൽ മാത്രമായിരുന്നു നമ്മളുടെ ഒരു ഏറ്റുമുട്ടൽ എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ വൗച്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യ എടുത്ത നടപടിക്കെതിരെ അവർ തീർച്ചയായിട്ടും റിറ്റാലിയേറ്റ് ചെയ്തിരിക്കും എന്നാണ് അവർ വൗച്ച് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പാകിസ്ഥാനിലേക്ക് നമ്മൾ അടിക്കുമ്പോൾ, നമ്മൾ ഒരു അറ്റാക്ക് നടത്തുമ്പോൾ അവരുടെ ടെററിസ്റ്റ് ക്യാമ്പുകളിലേക്കാണ് നമ്മൾ ഉന്നമിക്കുന്നത്. പക്ഷെ അവർ തിരിച്ച് നമ്മളെ ഉന്നമിക്കുമ്പോൾ അതിലൊരു ടെററിസ്റ്റ് ക്യാമ്പ് ആയിരിക്കില്ല, അതൊരു സിവിലിയൻ ടാർഗറ്റോ അത് മിലിറ്ററി ടാർഗറ്റോ ആയി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു കിട്ടാൻ പോകുന്ന വലിയ വിലയായിരിക്കും പാകിസ്ഥാൻ. പിക്ചർ അബീബി ബാക്കി ഹെ. യെസ്, പിക്ചർ അബീബി ബാക്കി ഹെ. തീർച്ചയായിട്ടും ഇനിയും യുദ്ധം വരാനിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ള ഒരു ആശങ്ക അവിടെ തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. അടിക്ക് തിരിച്ചടി പാകിസ്ഥാനും മറു അടി ഇന്ത്യയും കൊടുക്കാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ സെഷനിൽ നമ്മളോടൊപ്പം ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള എ സജീവനാണ്. വെൽക്കം സർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഏതായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രഹരം, കനത്ത പ്രഹരം എന്ന് തന്നെ പറയാം, പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ഇത്തരത്തിൽ നമ്മൾ ഇന്ന് ഓൾറെഡി മോക്ക് ഡ്രിൽ അടക്കം പ്ലാൻ ചെയ്യുന്നു. അതിന് ഉപരിയായിട്ട് തൊട്ട് തലേ ദിവസം 1:44 ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നു. പാക്കിന്റെ നെറുകയിൽ ചെന്ന് തന്നെ ഇന്ത്യൻ ആർമി അവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഈ ഒരു മുഴുവൻ സംഭവത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്നാമത്തേത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും ആസൂത്രണം ചെയ്ത് പല സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും വഴക്ക് വാങ്ങാതെ അത്യാവേശം കാണിക്കാതെ നമ്മുടെ ഇന്ത്യൻ സേന വളരെ കൃത്യമായിട്ട് നടപ്പാക്കേണ്ട കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിനകത്തുള്ള ഭീകരവാദ കേന്ദ്രങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ആ സ്ഥലങ്ങൾ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് അവിടെ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്നത് പ്രത്യേകമായ കാര്യമാണ്. വെറുതെ ആക്രമണം നടത്തുക എളുപ്പമാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ സംഭവത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാൻ നമ്മുടെ അതിർത്തിയിലേക്ക് ഷെല്ലാക്രമണം തുടരുകയും നടത്തിയിട്ടുണ്ട്. അതെല്ലാം തകർത്തിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ, ഈ കശ്മീരിലുള്ള സാധാരണ വ്യക്തികളുടെ വീടുകളെയും അവരുടെ ജീവനുകളെയും ഒക്കെയാണ്. അപ്പൊ അതേപോലെയല്ല നമ്മൾ കൊടുത്തിട്ട് നടത്തായിട്ടുള്ള ഈ ഒരു പ്രഹരം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം തന്നെ, ഞങ്ങൾ നിങ്ങളുടെ ഭീകര കേന്ദ്രങ്ങൾ ഓരോന്നും കണ്ടെത്തിയിരിക്കുന്നു, അത് ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്, അതിൽ കുറെ എണ്ണം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മസൂദിന്റെ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ, അദ്ദേഹത്തിന്റെ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. 10 പേർ, ഇദ്ദേഹത്തിന്റെ 10 ബന്ധുക്കൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ, ഭീകരന്മാരെ എവിടെയൊക്കെ തമ്പടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു, അവിടേക്ക് കൃത്യമായിട്ട് നമുക്ക് ആക്രമണം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാകിസ്ഥാൻ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും തിരിച്ചടിക്കുന്ന കാര്യം ഉറപ്പാണ്. 2 രാജ്യങ്ങൾക്കിടയിലുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്നതിന് പകരം ഇവിടേക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ രീതി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമണം നടത്താൻ പലപ്പോഴും അത് ഈ ഭീകരവാദികളുടെ മറവിലാണ് പലപ്പോഴും നടക്കാറുള്ളത്. നമുക്കറിയാവുന്ന പോലെ 1947 പത്താൻ ആക്രമണം എന്ന് പറയുന്നത് പത്താനിലെ ഈ പ്രവിശ്യയിലുള്ള ഈ അവിടെയുള്ള ഗോത്രവർഗക്കാർ നടത്തിയിട്ടുള്ള ആക്രമണമാണെന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും അത് പാക് സൈന്യം ഈ ഗോത്രവർഗക്കാരുടെ മറവിൽ നടത്തിയിട്ടുള്ള ആക്രമണമായിരുന്ന കാര്യം സംശയമില്ല. അവിടെ നമ്മൾ തിരിച്ച് അന്ന് ഇന്ത്യയുടെ ഭാഗമല്ല പാകിസ്ഥാൻ, അല്ല കാശ്മീർ പ്രവിശ്യയെ ഹരിസിംഗ് ഇങ്ങോട്ട് നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നു. തൊട്ട പിന്നാലെ ഇന്ത്യ നടത്തിയുള്ള പ്രത്യാക്രമണം അത് വളരെ രൂക്ഷമായിരുന്നു. അവിടെ പറ്റിപ്പോയൊരു പാളിച്ച എന്ന് പറയുന്നത് ആ ആക്രമണം പൂർണ്ണമായിട്ടും നടപ്പാക്കുന്നതിൽ ഒരു വലിയ വീഴ്ച അക്കാലത്ത് സർക്കാരിനുണ്ടായി. കാരണം ഏതൊക്കെ ഭാഗങ്ങളാണോ ഈ ഗോത്രവർഗക്കാർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പടയാളികൾ, അവർ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇവിടേക്ക് നമ്മൾ ആക്രമിച്ച് കൈവശപ്പെടുത്തിയിട്ടുള്ളത്, അത് പൂർണ്ണമായിട്ടും തിരിച്ചു പിടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് POK എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാകുമായിരുന്നില്ല. POK ഉണ്ടായി തീർന്നതിന് കാരണം നമ്മൾ അന്ന് കാണിച്ച ഒരു അനവധാനതയാണ്. അപ്പോൾ അതിന്
വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്നത് നമ്മൾ ആ POK കൂടി തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു ആർജവം നമ്മുടെ സർക്കാർ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതേപോലെ ആക്രമണം നടക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുക എന്ന് പറയുന്ന രീതിയാണ്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് വിയോജിപ്പ് ജനങ്ങളോട്, സർക്കാരിന്റെയോ സൈന്യത്തിന്റെയോ നടപടികളോടല്ല. ജനങ്ങൾ പലപ്പോഴും വലിയ ആവേശത്തിലാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ, പഹൽഗാം സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ആക്രമിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ അത് ചെയ്തിരുന്നുവെങ്കിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുമായിരുന്നു. യുദ്ധം എപ്പോഴും രണ്ട് രാജ്യങ്ങൾക്കും, ഇന്ത്യക്കാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും, അത് 47 മുതൽ ഈ ഉള്ള ഓരോ യുദ്ധങ്ങളും, കാർഗിൽ വരെയുള്ള ഓരോ യുദ്ധവും രണ്ട് വിഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം നമുക്കറിയാം. കൂടുതൽ നാശം ഉണ്ടായിട്ട് പാകിസ്ഥാനാണെങ്കിൽ. അപ്പൊ വളരെ കരുതലോട് കൂടിയിട്ട് തന്ത്രപരമായിട്ട് നീങ്ങുക എന്ന് പറയുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന നേരത്തെ ഇതേ സർക്കാർ തന്നെ നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് സർജിക്കൽ സ്ട്രൈക്ക്. അതേപോലെ സർജിക്കൽ സ്ട്രൈക്ക് കൃത്യമായിട്ടും അത് ഏത് ഭാഗത്താണോ കുഴപ്പമുള്ളത്, ഏത് ഭാഗത്താണോ നടപടികൾ ആവശ്യമായിട്ടുള്ളത് അവിടേക്ക് നടപ്പാക്കുക എന്നുള്ളത്, അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തീർച്ചയായിട്ടും പോകണം. നമ്മൾ ആവേശം കൊണ്ടുകൊണ്ട് കാര്യമില്ല. കാരണം പാകിസ്ഥാനെ നമ്മൾ കാണേണ്ടത്, പാകിസ്ഥാൻ വെറും ഒരു ഭീരുക്കളാണെന്നോ അല്ലെങ്കിൽ അവർക്ക് ശക്തിയില്ല എന്നൊക്കെ കണക്കാക്കുമ്പോൾ നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും പോവുക. ഇന്നുണ്ടായ ഡെവലപ്മെന്റ് കൂടി നമ്മൾ കാണേണ്ടതാണ്. ഈ പാകിസ്ഥാൻ ചൈനയുടെ സഹായം തേടിയിരിക്കുന്നു. നമുക്കറിയാം, ചൈന ഇന്ത്യയോടല്ല പാകിസ്ഥാനോടാണ് താല്പര്യം കാണിക്കാറുള്ളത്. അവരുടെ സുഹൃത്തായിട്ട് മാറാനാണ് ശ്രമിക്കാറ്. കാരണം ഈ കശ്മീർ പ്രദേശം തന്നെ പാകിസ്ഥാന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് വലിയൊരു തന്ത്രപ്രധാനമായ സ്ഥലമായിട്ട് മാറും. ചൈനയുടെ അധീനതയിലേക്ക് പോകും. നമുക്കറിയാം, ചൈന നമ്മുടെ തന്നെ കുറെ ഭാഗങ്ങൾ, കശ്മീരിന്റെ തന്നെ കുറെ ഭാഗങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ള ഒരു രാജ്യമാണ്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചൈന അപ്പുറത്ത് നമുക്കെതിരെ നീങ്ങുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തെ നമ്മളുടെ നിലപാടിന്റെ വ്യക്തതയും സത്യസന്ധതയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ ഘട്ടത്തിൽ ആവേശമല്ല, തന്ത്രമാണ് വേണ്ടത്. ഇപ്പോൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ് വേണ്ടത്. അതാണ് ഇന്ത്യയിൽ നടത്തേണ്ടത്. നമ്മൾ പല ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ സാധാരണ ആളുകളും അല്ലാത്ത ആളുകളൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്തോ ഒരു വലിയ നേട്ടമുണ്ടാക്കി നമുക്ക് ഒറ്റയടിക്ക് പാകിസ്ഥാനെ ഭസ്മീകരിക്കാം എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ അവർ നേരത്തെ തന്നെ പറഞ്ഞ പോലെ അണ്വായുധം ആദ്യം ഉപയോഗിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ടും ഉള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിന് വരെ എത്തി നിൽക്കുന്ന തന്ത്രപരമായിട്ടുള്ള സർക്കാർ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചടിച്ചില്ല എന്ന് പല ആളുകളും ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. BJPയുടെ നേതാക്കന്മാർ തന്നെ പല ആളുകളും സൈന്യത്തെ കുറ്റപ്പെടുത്തിയത് നമുക്കറിയാം. പക്ഷേ സൈന്യം കൃത്യമായിട്ടും സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നു ഇന്ന രീതിയിലാണ് നീങ്ങുക എന്ന് പറയുന്നത്. അവരിപ്പോ വളരെ കൃത്യമായിട്ടും ഒരു സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്കും എന്തൊക്കെ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ പോലും ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ആവേശമല്ല, തന്ത്രമാണ്. ആ ഓരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്താണ് ആവശ്യമെന്നുള്ള കാര്യം നമ്മെ സൈന്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പാകിസ്ഥാനെ ഒട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല. പക്ഷേ ഇനി പാകിസ്ഥാൻ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്? ആർക്കും അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനപ്പുറത്തേക്ക് പല തവണകളിലായിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം വരുന്ന സമയത്തൊക്കെ തന്നെ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു നടപടികൾ, നയതന്ത്രങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിറ്റാലിയേറ്ററി അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇനി ഇന്ത്യ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പോഴും പ്രതിരോധ രംഗത്ത് തന്നെയാണെന്നുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഈ പഹൽഗാം ഉണ്ടാകുന്ന സമയത്തും ഇന്ത്യ നേരിട്ട് പാകിസ്ഥാൻ ആക്രമിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ടുള്ള ആക്രമണം, മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടൊരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് യുദ്ധം തുടങ്ങുന്നത്. ഇപ്പോൾ യുദ്ധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് ഉണ്ടാകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നുണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായിട്ട് നീക്കങ്ങൾ മാത്രമാണ്. അതിനു പകരം പാകിസ്ഥാൻ എപ്പോഴും അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് നേരിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളത്. അതിർത്തി കടന്നു വന്നിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് അവർ തയ്യാറായാൽ അവിടെയാണ് ഇന്ത്യക്ക് അവസരം കിട്ടുക. അതിനു മുമ്പ് ഇന്ത്യ ഒരിക്കൽ പോലും പാകിസ്ഥാന്റെ ഭൂമിയിലേക്ക്, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലാഹോറിന് തൊട്ട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങളിലൊക്കെ ആക്രമണം നടത്തി, മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്.
വേണമെങ്കിൽ അതിർത്തി കടന്നുകൊണ്ടും ഇന്ത്യൻ പട്ടാളം പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാകിസ്ഥാന് മുമ്പിൽ നമ്മൾ കുറെ കൂടി ശക്തരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇന്ത്യ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് മാറും. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും നടക്കുക. ഇതുവരെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പഹൽഗാം സംഭവം നടന്നതിന് ശേഷം എത്ര വലിയ വിമർശനങ്ങളാണ് സൈന്യത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. പ്രധാനമന്ത്രി എടുത്തുള്ള നിലപാട് പോലും വളരെ കൃത്യമാണ്. സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുക എന്നതിന് പകരം സൈനിക മേധാവികളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരുമായി സംസാരിച്ചിട്ട് ഇനി നിങ്ങൾക്ക് വിട്ടുതരുന്നു, നിങ്ങൾ തീരുമാനിച്ചു കൊള്ളൂ എന്ന ഒരു നിലപാടെടുക്കുന്നത്. അതാണ് വളരെ കാരണം സർക്കാർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആവേശമായിരിക്കും ഉണ്ടാവുക, അതിൽ രാഷ്ട്രീയമായിരിക്കും ഉണ്ടാവുക, അതിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തലായിരിക്കും ഉണ്ടാവുക. അതിന് സൈന്യം പക്ഷെ അങ്ങനെയല്ല. സൈന്യം ഓരോ നീക്കം നടത്തുമ്പോഴും ഈ ആവേശം ഉണ്ടാക്കണമെന്നോ ജനങ്ങളുടെ കയ്യടി വാങ്ങണമെന്നോ എന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടാവില്ല. അവർ കൃത്യമായിട്ടും കാര്യങ്ങൾ വളരെ തന്ത്രപരമായിട്ട് നിർവഹിക്കുന്നതിന് ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നേരിട്ടൊരു തിരിച്ചടിക്ക്, നേരിട്ട് യുദ്ധത്തിന് പാകിസ്ഥാന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായാൽ അത് ഇന്ത്യക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമായിരിക്കും. പിന്നീട് നമ്മുടെ നാവികസേനയും വ്യോമസേനയും കരസേനയും ഒക്കെ ഒറ്റയടിക്ക് പാകിസ്ഥാന് നേരെ നീങ്ങിയാൽ ഒരു രാജ്യവും നമ്മളെ കുറ്റപ്പെടില്ല. കാരണം ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചൈനയുടെ സഹായം പാകിസ്ഥാൻ തേടി എന്നുള്ളതാണ്. ചൈന ഇതൊരു സഹായം കൊടുത്തിട്ടില്ല, കൊടുക്കുമായിരിക്കാം. കാരണം എന്നാൽ പോലും നേരിട്ട് യുദ്ധത്തിൽ ഇടപെടാൻ ചൈനയും തയ്യാറാവില്ല. കാരണം US നമുക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുള്ളതാണ്, ഇസ്രായേൽ നമുക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒറ്റയടിക്ക് മറ്റൊരു രാജ്യം കയറിയിട്ട് ഈ ഇടപെടാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ആയുധങ്ങൾ കൊടുത്തേക്കാം, ആയുധങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നത്, ഇന്ത്യ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് അവിടെ നിന്നൊരു ആക്രമണം നേരിട്ടുണ്ടായാൽ, സൈന്യത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. മോദിയുടെ ഒരു പ്രസംഗം കേൾക്കുകയാണെന്നുണ്ടെങ്കിലേ, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സമയത്ത് ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു. അതായത് പാകിസ്ഥാന്റെ അടുത്ത് ആണവായുധമുണ്ട് പോലും, അതായത് നമ്മുടെ അടുത്ത് എന്താ ആണവായുധമില്ല, അത് ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചേക്കുന്നതാണോ എന്നതടക്കമുള്ള ഒരു വീഡിയോസ് ഇപ്പൊ വൈറലായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ. ഈ ലോകരാജ്യങ്ങൾ, ഇപ്പോൾ അദ്ദേഹം സജീവൻ സാർ പറഞ്ഞതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു പിന്തുണയുണ്ട്. ഈ ഒരു അറ്റാക്ക് തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. മോദിക്കുള്ള ഒരു സന്ദേശം എന്നുള്ള ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത് പ്രതീക്ഷിച്ചതാണ് എന്നതടക്കം. ശരിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു കരുത്ത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ലോകം കരുതുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു വലിയ സാധ്യതയാണത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പാകിസ്ഥാനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയാനും പറ്റില്ല. രണ്ട് കാര്യങ്ങളുണ്ട് ജാസ്മിൻ. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്താ വെച്ചാൽ, നമ്മൾ പല ന്യൂസ് റിപ്പോർട്ടും കണ്ടിരുന്നു, പല രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു ഹെൽപ്പ് കിട്ടുന്നു. അതായത് ചൈന സഹായിക്കുന്നു, അല്ലെങ്കിൽ ടർക്കിഷ് ഒരു ഷിപ്പ് അവിടെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ പറയണമെങ്കിലും ഇന്ത്യൻ ആർമിയോ ഇന്ത്യൻ ഗവൺമെന്റോ കുലുങ്ങിയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിനൊന്നും പോവാതെ തന്നെ, ഒരു നെഗറ്റീവിനും വീഴാതെ തന്നെ നമ്മൾ സൈലന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ നമ്മൾ കോൺഫിഡൻസിൽ എടുത്തത് മറ്റുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ള ഓർഗനൈസേഷനെയും നമ്മൾ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിരുന്നത്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇതിനു വേണ്ടി ചെയ്തിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇന്ത്യയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ അങ്ങോട്ടേക്ക് അടിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ടെററിസ്റ്റ് ക്യാമ്പുകളാണ്. തിരിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ടെററിസ്റ്റ് ക്യാമ്പ് ഇല്ല. അത് ചിലപ്പോൾ ഒരു സിവിലിയനോ അല്ലെങ്കിൽ ഒരു ആർമി ഇൻസ്റ്റലേഷനോ ആവണമെങ്കിൽ കഥ മാറാനുള്ള എല്ലാ ചാൻസുകളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. എന്റെ ഒരു നിഗമനം അനുസരിച്ച്, എനിക്കറിയില്ല, ഇത് വെറും ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് മാത്രമാണ്. നമുക്ക് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം വരുന്ന നാഷണൽ ഹൈവേ ഉണ്ട്. നമുക്ക് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന നാഷണൽ ഹൈവേ, 1.3 ലാക്ക് കിലോമീറ്റേഴ്സിന്റെ റെയിൽവേ, അതേപോലെ തന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ, ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും, എനിക്ക് തോന്നുന്നു ഒരു 1.8 ലാക്ക് കിലോമീറ്ററിന്റെ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്. ഇതേപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും മിക്കവാറും പാകിസ്ഥാൻ അത് ഉന്നമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആലോചിക്കാം. പക്ഷെ ഒരേ ഒരു വർത്താനം മാത്രം പാകിസ്ഥാനോട് നമ്മൾ ഇവിടുന്ന് ആകപ്പാട് ചെറിയൊരു മെസ്സേജ്, ചെറിയ ചാനൽ എന്നുള്ള രീതിയിൽ ചെറിയ മെസ്സേജ് കൊടുക്കുന്നു. അതായത് സെപ്റ്റംബർ 6 1965 1965
ഇന്ത്യൻ ആർമി വെച്ചിരുന്ന ഒരു ഡ്രീം ബാക്കിയുണ്ട്. ലെറ്റ്സ് ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ലാഹോർ. അതിനുവേണ്ടി പാകിസ്ഥാൻ നമ്മൾ നിർബന്ധിക്കരുതെന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രം. ഏതായാലും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടാവുകയാണ്. ഒരു സാധാരണക്കാരന്റെ ജീവൻ പോലും ഇനിയും പൊലിയാതിരിക്കട്ടെ എന്ന് മാത്രമുള്ള ഒരു മെസ്സേജ് ആണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. പക്ഷെ അതിനോട് മാർക്കറ്റ് കാര്യമായിട്ടുള്ള ഒരു വീഴ്ചയൊന്നും നടത്തിയിട്ടില്ല, കാര്യമായിട്ട് കുലുങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്നത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സുമായിട്ട് വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഓവർ ടു യു. ജാസ്മിൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ ഈ ഒരു യുദ്ധഭീഷണിയൊന്നും മാർക്കറ്റിനെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മാർക്കറ്റിന്റെ ഒരു ആദ്യ സെക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ഇടിവൊക്കെ നിഫ്റ്റി 50 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലോട്ട് ഇന്ന് മാർക്കറ്റിന് ഒരു ക്ലോസിംഗ് എടുക്കാൻ ഏതായാലും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നിഫ്റ്റി ബാങ്കിങ് സൂചിക നോക്കുമ്പോഴും നമുക്ക് ഇപ്പോൾ കാണാവുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് വ്യക്തമായ ഒരു മുന്നേറ്റം, അതായത് ഏകദേശം 0.5% മുകളിലേക്ക് നിൽക്കുന്ന ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി എടുത്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു ക്ലോസിംഗ് ലെവൽസുകൾ നോക്കാം. നിഫ്റ്റി 50 നോക്കുമ്പോൾ 24,414 എന്നൊരു ലെവലിലാണ് ഇന്ന് നമുക്ക് നിഫ്റ്റി 50യിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. അതായത് 0.14% ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഇന്ന് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നത്തെ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഒരു ആദ്യത്തെ ഒരു ക്യാൻഡിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ബൈയിങ് അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു കുതിപ്പ് മാർക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും പിന്നീട് ആ ഒരു ക്യാൻഡിൽ ക്ലോസിന് ശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് കുറേ നേരം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു ക്ലോസിങ്ങിനോട് അടുക്കും തോറും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സെഷനിലെ ഒരു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് ചെറിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് എടുക്കുന്നതായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു നിഫ്റ്റി 50യിലും കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ ഒരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ കൂടി നോക്കാം. നിഫ്റ്റി 50യിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് നിലവിൽ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 24 ഓഹരികൾ നേട്ടത്തിൽ 26 ഓഹരികൾ ഇടിവ് എന്നൊരു രീതിയിലാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് നിലവിൽ ഇപ്പോൾ ഒരു ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് ഇന്നൊരു ടോപ്പ് ഗെയിനറിൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് സ്റ്റോക്കായി മാറിയിരിക്കുന്നത്. ഏകദേശം 3% ഒരു മുന്നേറ്റമായിരുന്നു ഒരു തുടക്ക സെഷനിൽ അല്ലെങ്കിൽ ഒരു 12 മണിയുടെ ആ ഒരു സെഷനിലൊക്കെ ഇന്ന് ടാറ്റ മോട്ടോഴ്സ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ക്ലോസിങ്ങിനോട് അടുക്കുമ്പോൾ ആ ഒരു മുന്നേറ്റം ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5% ഒരു നേട്ടം ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിലുണ്ട്. കൂടാതെ ജിയോ ഫൈനാൻസിൽ 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫൈനാൻസ്, എറ്റേങ്ങൾ തുടങ്ങിയ ഓഹരിയൊക്കെ ഏകദേശം 2% ഒരു മുന്നേറ്റം ഒരു രേഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചെറിയൊരു തിരുത്തുണ്ട്. എറ്റേണൽ ഏകദേശം 1.5% തൊട്ട് മുകളിലുള്ള ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. കോൾ ഇന്ത്യ ആൻഡ് മഹീന്ദ്രയ്ക്ക് നോക്കുമ്പോഴും ഇന്ന് 1% മുകളിലേക്കുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ മാർക്കറ്റിൽ ഈ ഒരു ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്ന സ്റ്റോക്കായി മാറിയത് പെയിന്റ് സെക്ടറിൽ നിന്നുള്ള ഏഷ്യൻ പെയിന്റ് ആണ്. ഏകദേശം 4% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവാണ് ഏഷ്യൻ പെയിന്റ്സ് രേഖപ്പെടുത്തിയത്. കൂടാതെ ഫാർമ സെക്ടറിൽ നിന്നുള്ള സൺ ഫാർമയിൽ 2.1% ഒരു ഇടിവാണ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത്. ബജാജ് ഓട്ടോ, ITC, ഗ്രാസിം, നെസ്ലെ ഇന്ത്യ, റിലയൻസ്, HCL ടെക് തുടങ്ങിയ ഓഹരിയിലൊക്കെ ഇന്ന് 1% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗുമാണ് ഇപ്പോൾ മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇന്നത്തെ ഒരു നിഫ്റ്റി ബാങ്കിങ് സൂചികയിലോട്ടുകൂടി പോയാൽ ഈ ഒരു സൂചികയിൽ ഭൂരിഭാഗം ഓഹരികളും ഏകദേശം 10 ഓഹരികൾ ഇന്ന് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തിട്ടുണ്ട്. ആകെ 2 ഓഹരികളിൽ മാത്രമാണ് ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്നീ ഓഹരികളിൽ മാത്രമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. നേട്ടത്തിലോട്ട് വരുമ്പോൾ AU ബാങ്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്ന ബാങ്കിങ് സൂചികയിലെ ഓഹരിയായി മാറിയത്. 2.2% ഒരു മുന്നേറ്റം AU ബാങ്കിലുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് ഇന്ന് 2.2% തന്നെ സമാനമായ AU ബാങ്കിന് സമാനമായ ഒരു നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, കോട്ടക് ബാങ്ക് എന്നീ ഓഹരികളിലൊക്കെ 1% മുകളിൽ നിൽക്കുന്ന ഒരു മുന്നേറ്റവും ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലൊരു സെക്ടർ വൈസ് പെർഫോമൻസ് കൂടി നമുക്ക് ഇന്നത്തെ ഒരു ക്ലോസിംഗ് വിശകലനം ചെയ്യാം. നമുക്ക് ഈ ഒരു സെക്ടേഴ്സിലോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഭൂരിഭാഗം ഓഹരികളിലും ഒരു നേട്ടം ഭൂരിഭാഗം സൂചികളിലും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ആദ്യ സെക്ഷനിൽ അല്ലെങ്കിൽ തുടക്കമൊക്കെ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റി, ഓട്ടോ, മീഡിയ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയൽറ്റി തുടങ്ങിയ സൂചികയിലൊക്കെ ഇന്നൊരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ആകെ ഇടിവ് രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സൂചികയെ മാറിയിരിക്കുന്നത് FMCG, ഫാർമ ആൻഡ് ഹെൽത്ത് കെയർ ഈ ഒരു 3 ഇൻഡെക്സിൽ മാത്രമാണ് നമുക്ക് ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിക്ക് വലിയ തോതിലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെയോ
ഒരു ഭീതി മാർക്കറ്റിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഇന്ന് മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട്. ജാസ്മിൻ, റിസർച്ച് ഡെസ്കിൽ നിന്ന് വിഷ്ണുവാണ് മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നൽകിയിട്ടുണ്ടായിരുന്നത്. സുരജ് സർ, നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യമായിട്ടുള്ള ഒരു ഇടിവൊന്നും തന്നെ വിപണി പ്രതീക്ഷിച്ച് ഇരുന്ന അത്ര ഇടിവൊന്നും കണ്ടിട്ടില്ല. ആകെ കൂടി ഈ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഇടിവുകളൊന്നും തന്നെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നില്ല. ആകെ കൂടി 2008 മുംബൈ അറ്റാക്കിന്റെ സമയത്ത് മാത്രമാണ് ഒരു വീഴ്ച എന്ന് പറയാൻ മാത്രം വിപണിയിൽ ഉണ്ടായിരിക്കുന്നതും. ഇപ്പോൾ ലീഡിംഗ് ഫണ്ട് മാനേജേഴ്സ് ഒക്കെ തന്നെ പറയുന്നത് മാർക്കറ്റ് ഫോക്കസ്ഡ് ഓൺ ട്രേഡ് നോട്ട് ടെൻഷൻസ് എന്നാണ്. അതായത് മാർക്കറ്റ് ട്രേഡിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ടെൻഷൻസിലല്ല. ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഏതായാലും മാർക്കറ്റ് ഈ ഒരു അറ്റാക്കിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏകദേശം 25 വർഷത്തോളം മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് താങ്കൾ. ഇത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങൾ സാറ് കണ്ടിട്ടുണ്ടാകും, മേ ബി അതിനൊക്കെ തന്നെ സാക്ഷിയായിട്ടുമുണ്ടാകും. ഈ ഒരു സംഭവത്തിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇനി മുന്നോട്ടുള്ളത്? ജാസ്മിൻ, ഇപ്പോൾ മാർക്കറ്റിന്റെ ഇന്നത്തെ ഒരു തീർച്ചയായിട്ടും ഉള്ള ഒരു മാർക്കറ്റിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഓൺ എക്സ്പെക്ടഡ് ലൈൻസ് ആണ്. അതായത് ഇന്ന് രാവിലെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അതായത് സാധാരണ ഒരു പേട്രിയോട്ടിസം മാർക്കറ്റിൽ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ മാർക്കറ്റ് വളരെ ബോൾഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. എനിക്കൊന്നും നമ്മൾ രാവിലത്തെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യയും UK-യും തമ്മിലുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വന്നിരുന്നു. ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഒരുപാട് സെക്ടേഴ്സിന് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കമ്പനീസിന് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നും നമ്മൾ അതിന്റെ ഗാർമെന്റ് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ രാവിലെ കൊടുത്തു. അതിന്റെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ പെർഫോമൻസ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടതുമാണ്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് തീർച്ചയായിട്ടും ഒരു ക്വയറ്റ് ആൻഡ് സൈലന്റ് ആയിട്ടെന്നുള്ള രീതിയിൽ പോയി. കാര്യം ഇപ്പോഴും എന്താ പറയുക, ഒരു ലോക മാധ്യമങ്ങൾ എല്ലാവരും പറയുന്നത് ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അങ്ങനത്തെ രീതിയിൽ പ്രഷറൈസ്ഡ് ആയിരുന്നു ഇന്ത്യ എന്നുള്ള ഇതുവരെയുള്ള കഥയ്ക്ക് ക്ലിയർ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ബട്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിലാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ വീണ്ടും പറയുന്നു, അതായത് പാകിസ്ഥാൻ വീണ്ടും റിറ്റാലിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് എന്നുള്ളതാണ് അത് ഇമ്പോർട്ടന്റ്. അത് ഏത് ഭാഗത്തായാൽ പോലും, അതൊരു സിവിലിയൻ ഇൻസ്റ്റലേഷൻ ആയാലും ശരി, ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ ആയാലും ശരി, ഏതെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ശരി, ഇന്ത്യ തീർച്ചയായിട്ടും ഒരു മറുപടി കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതോടുകൂടി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയും ചിലപ്പോൾ ഇന്ത്യക്ക് പുറകിൽ റാലി ചെയ്ത് വന്നേക്കാം എന്നുള്ളതാണ് കാര്യം. ഇവിടെ വെച്ച് പാകിസ്ഥാൻ അത് നിർത്തുകയാണെങ്കിൽ ഒരു വലിയൊരു കേടുപാടുകളില്ലാതെ, വലിയൊരു വൈബ്രേഷൻസ് ഇല്ലാതെ എല്ലാ മാർക്കറ്റുകളും എക്കണോമിയും മുന്നോട്ട് പോകും. പക്ഷേ ഇവിടെ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിൽ അതിൻ്റെതായ ഒരു റിപ്പർക്കഷൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ബട്ട് ഈവൻ ദെൻ നമ്മൾ ഒരു കാര്യം മാത്രം നമുക്ക് ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ളൂ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരു കോഷ്യസ് ഓപ്റ്റിമിസത്തോടു കൂടി വേണം മാർക്കറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ആ പറയുന്നത് നിങ്ങൾ ബെയറിഷ് ആവണമെന്നോ നിങ്ങൾ സെല്ല് ചെയ്ത് മാറി നിൽക്കണമോ എന്നോ നമ്മൾ അവകാശപ്പെടുന്നില്ല. ബട്ട് ഈവൻ ദെൻ നിങ്ങൾക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് മാർക്കറ്റിൽ കുറയ്ക്കാം. അതായത് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യാം, ഡിഫൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം. മാത്രമല്ല മാർജിൻ മണി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാതിരിക്കാം, കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോഴും വോളറ്റിലിറ്റി, ഒരു ഇന്റേണലി അതിനൊരു വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഒരു ബ്രിട്ടിൽനെസ് അത് കാണിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കാര്യം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വാല്യുവേഷൻ നമ്മുടെ ഫേവറബിൾ അല്ല എന്നുള്ളതാണ്. അപ്പൊ ആ വാല്യുവേഷൻ ഫേവറബിൾ അല്ലാത്തടത്തോളം കാലം ഒരു താഴേക്കുള്ള ഒരു കറക്ഷനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ജാസ്മിൻ, റിസ്ക് റിവാർഡ് ഫേവർ ഇപ്പൊ നമുക്ക് ഫേവറബിൾ ആയിട്ടല്ല മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ഒരു കോഷ്യസ് ഒപ്റ്റിമിസത്തോടു കൂടി, ഒരു മെച്യൂർ ആറ്റിറ്റ്യൂഡ് കൂടി വേണം നമ്മൾ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ളത്. യെസ്, തീർച്ചയായിട്ടും ഒരു ജാഗ്രതയോടെയുള്ള സമീപനം വിപണിയിൽ അനിവാര്യം തന്നെയാണ്. സുരജ് സർ, നമ്മുടെ ഈ ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുൻപ് ഒരൊറ്റ കാര്യം കൂടി പ്രേക്ഷകരോട് സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ തന്നെ വേഴ്സ് ആകുന്ന സാഹചര്യത്തിലും FIIകളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ട് തുടരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മെയ് മാസത്തിൽ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7062.12 കോടിയുടെ ഒരു FIIകളുടെ മൊത്തം വാങ്ങലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ നിക്ഷേപകരും അല്ലെങ്കിൽ FIIസും ഒക്കെ തന്നെ കാണുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആക്ഷൻ ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വാർ ലൈക്ക് സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള ഒരു കൺസേൺസിനപ്പുറത്തേക്ക് ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിലേക്കാണ്, നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിലേക്ക് കൂടിയാണ് FIIs ഒക്കെ തന്നെ കാണുക. അതുകൊണ്ട് കൂടിയായിരിക്കാം ഈ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് തുടരുന്നത് എന്ന് വേണം കരുതാനായിട്ട്. ഏതായാലും മാർക്കറ്റ് അങ്ങനെയാണ്, ഓരോ വാർത്തകൾക്കും പ്രതികരിക്കും, ചിലപ്പോൾ അത് സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ജാഗ്രതാ സമീപനം വിപണിയിൽ തുടരുക.